നിങ്ങൾ വിചാരിക്കുന്ന എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? സത്യം ചിരി നിർത്താൻ വയ്യ. രാവിലെ തുടങ്ങിയ ചിരിയാ. ഇങ്ങനെ ചിരിക്കാതിരിക്കും. എന്താ രാമേന്ദ്ര പ്രശ്നം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ ലക്ഷങ്ങൾ മുടക്കി ഫ്ലൈറ്റും പിടിച്ച് മറ്റൊരു രാജ്യത്ത് നിന്ന് തന്തക്കും തള്ളക്കും വിളി കേൾക്കുന്നത്? ആരെ എനിക്കറിയാൻ പാടില്ല. ആളിനറിയോ? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് പരിചയമില്ലല്ലോ. പരിചയമില്ലെങ്കിൽ പോസ്റ്റ് വായിച്ചു. നമ്മുടെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്റെ ഹാപ്പി ഹുസൈനെ വലിയ കാര്യത്തെ എന്തോ വലിയ തേങ്ങാക്കൊലയാന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്ക് ചെന്നു. Multicolored fungus? You sweat from a baboon's balls! Get out! ഇവൻ വിചാരിച്ച് ഇവിടെയുള്ള 4-3-7 വിദ്വേഷികൾ, മാനവരാശിക്ക് ഗുണമില്ലാത്ത കുറച്ച് മനുഷ്യര് ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഇവന്റെ വീഡിയോ കണ്ടിട്ട് താഴെ പോയിട്ട് ഇവനെ ഒന്ന് പുളകിതമാക്കാൻ വേണ്ടി ചില കമന്റ് ചെയ്യുന്നത് പോലെ ഇസ്രായേലിയർ ഇവന്റെ വീഡിയോ കണ്ട് ഇവന്റെ കട്ടഫാനാന്ന് പറഞ്ഞിരിക്കുക. മുസ്ലിം വിദ്വേഷം പറയുന്നുണ്ട്, അവരെല്ലാം കട്ടഫാനാണ്. യേശുട്ടൻ ബുദ്ധിമാനായ ഒരു മണ്ടനല്ലേ? തിരിച്ചറിഞ്ഞല്ലോ. എടാ എങ്ങനെയാ എന്ത് വിളിക്കുമെന്ന് ആലോചിക്കേ. എന്റെ പൊന്ന് ഹാപ്പി ഹുസൈനെ 1000 ജൂതരല്ലാത്തവരെക്കാൾ ജൂതനിഷ്ടം ഒരു ജൂതനെയാണ്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അങ്ങനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. നീ അത് മനസ്സിലാക്കിക്കോ. എത്ര കാലമായിട്ട് ക്രൈസ്തവ സഹോദരൻ അവിടെ താമസിക്കുന്നുണ്ട്. എത്ര വീഡിയോ സോഷ്യൽ മീഡിയ ഉണ്ടെന്നറിയാം. അവരുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ, അവരെ ചർച്ചിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ കാക്ക ചുറ്റി തുപ്പും. എടാ സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. ആണല്ലേ? അത്രയും വെറുപ്പാണ് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ ജൂതന്മാർക്ക്. അതറിയാമോ? അതൊന്നും പക്ഷെ ഇവൻ അറിയില്ല. ക്രൈസ്തവരോട് പോലും അവരുടെ വെറുപ്പ് ഇത്രയാണെങ്കിൽ എടാ ഈ മുസ്ലിം പേരും വെച്ചുകൊണ്ട് ചെല്ലുന്ന നിന്നെ അവർ ചുരുട്ടിക്കൂട്ടി എറിയത്തില്ല. മന്ദബുദ്ധി, അത് മനസ്സിലാക്കണ്ടേ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? സംഘികൾ ഇവനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോയി വിചാരിച്ചു അവിടെ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ജൂതന്മാർ വന്നിട്ട് മാലയിട്ടിട്ട് സ്വീകരിക്കുന്നു വിചാരിച്ചിരുന്നയാ. എനിക്ക് പിന്നെ ദണ്ഡമില്ലാണ്ടിരിക്കോ? പോടാ ജിഹാദി എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞ് കണ്ടം വഴി ഓടിച്ചു തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ. മുത്തച്ഛൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. ഇതിനകത്ത് ഏറ്റവും വലിയ രസം ഈ നിർഗുണം വിചാരിച്ചതേ, ഇവൻ എന്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ, എന്റെ പ്രിയപ്പെട്ട ജൂതൻ, മുത്താണ്, തങ്കമാണ്, തങ്കമണിയാണ്, കരളിന്റെ കാതലാണെന്നൊക്കെ പറഞ്ഞ് ഇവനെ കൂടെ ചെന്ന ഉടനെ അവര് കൈവെള്ളയെ വെച്ച് പാലും തേനും ഒക്കെ കൊടുക്കുന്ന വിചാരിച്ച ഇവന്റെ പേര് ആരി ഹുസൈൻ എന്നുള്ള കാര്യം മിനിമം അതെങ്കിലും ഈ മന്ദബുദ്ധി മനസ്സിലാക്കണ്ടേ? ഇവിടെ പോണാ കള്ള ജിഹാദി എന്ന് പറഞ്ഞു, ഓരോ കണ്ടം വഴി എന്ന് പറഞ്ഞു. തനിക്ക് അങ്ങനെ തന്നെ വേടാ മൊട്ടത്തല്ലേ? നല്ല കാര്യമുണ്ടാ ഇങ്ങനെ നാണം കെട്ട് നീ ജീവിക്കല്ലേ? തമാശ പറഞ്ഞില്ല, ഇതിനേക്കാൾ വലിയ നാണക്കേടെന്ത്? പോയി ചത്തുടടാ. നല്ല കാര്യമുണ്ടാ. നീ എന്താ വിചാരിച്ചത്? ഈ നാട്ടിൽ കിടന്ന് ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുമ്പോൾ നിന്നെ ആരെങ്കിലും ഒക്കെ സ്റ്റേജ് കയറ്റി നിന്നെ ഇങ്ങനെ ഉൾപ്പുളകം കൊള്ളിക്കുന്നത് പോലെ ദൂതന്മാര് ചെയ്യുന്ന വേണോടോ? അല്ല, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. നീ ആദ്യം ആ രോമസിംഹനൊക്കെ ചെയ്തതുപോലെ അലി അക്ബർ എന്നുള്ള പേരൊക്കെ മാറ്റി രോമസിംഹൻ, അതുപോലെ പേര് ഇട്. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഈ പേര് മാറ്റാൻ നീ അവിടെ ചെന്നിട്ട് എന്ത് കാര്യം? നീ ഒരു ജൂതന്റെ പേരിട്, അപ്പൊ നിന്നെ അവർ പൊക്കിക്കൊണ്ട് നടക്കും. ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? എടുത്തോണ്ട് പോണ ജിഹാദി എന്നൊക്കെ വിളിച്ചത്. എടാ അങ്ങനെ ഉറക്കനെ പറയില്ലടാ, അതിന് ഫീലാവും. വല്ല കാര്യമുണ്ടാ? ഫ്ലൈറ്റും പിടിച്ച് ഇസ്രായേലിൽ ചെന്നിട്ട് തന്തക്ക് വിളി, തന്തക്കും തള്ളക്കും ഒക്കെ വിളി. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ? ആ കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ? അപ്പൊ മുരളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ അരട്ടെ ചാച്ചി.